എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. ഈ ഓഗസ്റ്റ് 27 ബുധനാഴ്ച വിനായക ചതുർത്ഥി നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഗണപതി സ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നതിന്. എൻ്റെ മൂത്ത സഹോദരൻ എന്നോട് പറഞ്ഞു അതിനെപ്പറ്റി ഒരു ചെറിയൊരു യൂട്യൂബ് ആക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ചും ചെയ്യാൻ കാരണം. അപ്പോൾ ഭഗവാൻ വാരണമുഖൻ എന്ന് പറയും അല്ലേ? വാരണം എന്ന് പറഞ്ഞാൽ എന്താ? ആന. തടസ്സം ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ വിഘ്നങ്ങൾ ഒഴിവാക്കുന്നത്, എല്ലാം അങ്ങനെയൊക്കെ ഒരു അർത്ഥങ്ങളുണ്ട് വാരണം. അപ്പം വാരണമുഖനാണ്, എല്ലാ ദോഷങ്ങളും ഒഴിക്കുന്നത്. വിഘ്നേശ്വരനാണ് അല്ലേ? ഗണനായകനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ സ്വാമിക്ക് ആനയുടെ ശിരസ്സാണുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ പണ്ടൊരു കഥ പറയായിരുന്നു, ആനത്തല ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് വിവാഹത്തിന് ആരും താല്പര്യപ്പെട്ട് വരുന്നില്ല ഗണപതി സ്വാമിക്ക്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് അരിശവും ദേഷ്യവും ഒക്കെ വന്നു. എന്നെ ആർക്കും ഇഷ്ടപ്പെടാത്ത എന്താ? എനിക്കിങ്ങനെ ആനത്തല ആയതുകൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള ദേവന്മാരുടെയൊക്കെ വിവാഹം വരുമ്പോഴൊക്കെ എല്ലാം അങ്ങ് മുടക്കാൻ തുടങ്ങി, എല്ലാം അങ്ങ് തടസ്സമാക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ദേവന്മാരെല്ലാം കൂടെ പ്രയാസപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ബ്രഹ്മാവ് തന്നെ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികളാണ് ബ്രഹ്മദേവന്, സിദ്ധിയും റിദ്ധിയും. അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പോയിട്ട് ഗണപതി സ്വാമിയെ ഒന്ന് പതുക്കെ ഈ വിവാഹം തടയുന്നത് നിങ്ങളൊന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യണം, അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധ മാറ്റണം, നിങ്ങൾ കുറച്ച് നല്ല ക്രീഡയൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ ആക്കുമെന്ന് പറഞ്ഞു. അവരങ്ങനെ സമ്മതിച്ചു. അവർ വന്ന് സിദ്ധിയും റിദ്ധിയും കൂടെ വന്ന് ഗണപതി സ്വാമിയുടെ കൂടെ കളിച്ച് ചിരിച്ചപ്പോൾ ഭഗവാൻ ഇത് ഓർമ്മ വന്നില്ല, ആരുടെയൊക്കെ വിവാഹമാണ് അടുത്തതെന്നുള്ളതൊരു ചിന്ത പോയില്ല. പക്ഷെ പിന്നീട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഇവരും കൂടെ പറ്റിക്കുകയായിരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ കോലശലായി ദേഷ്യം വന്ന് 2 പേരെയും കൂടെ ശപിക്കാൻ അങ്ങ് ഒരുങ്ങി. അപ്പോഴേക്കും ബ്രഹ്മദേവൻ വന്നു, ചെയ്യരുത്, എൻ്റെ പുത്രിമാരാണ്, എൻ്റെ ഇഷ്ടം കൊണ്ടാണ്, എൻ്റെ നിർബന്ധം കൊണ്ടാണ് അവർ വന്നത് ഭഗവാന്റെ അടുത്തേക്ക്, അതുകൊണ്ട് അവരെ ശപിക്കരുത്. ഒരു കാര്യം ഞാൻ സന്തോഷപൂർവ്വം പറയുകയാണ്, എൻ്റെ മക്കളെ ഞാൻ ഭഗവാൻ വിവാഹം കഴിച്ചു തരികയാണ്, ഗണപതി സ്വാമിക്ക് വിവാഹം ചെയ്ത് തരാം. അങ്ങനെ സിദ്ധി റിദ്ധി 2 ഭാര്യമാരെയും കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ഭാര്യമാരായി വളർന്നു. സിദ്ധിദേവി എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉന്നതി നമ്മൾ നേടുന്നിടത്ത് സാധിച്ചു തരുന്ന ആളാണ് സിദ്ധിദേവി. റിദ്ധിദേവി എന്ന് പറഞ്ഞാൽ ഭൗതികമായ നേട്ടങ്ങളെല്ലാം നേടുന്നത്. ഇത് 2 വേണം ഒരു മനുഷ്യന്, സിദ്ധിയും വേണം റിദ്ധിയും വേണം അല്ലേ? നമുക്ക് ആത്മീയ ജ്ഞാനവും വേണം, ഭൗതിക നേട്ടവും വേണം. എന്നാലും ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ടും, കാരണം ഒരു ഭൗതിക നേട്ടമില്ല, നമ്മൾ ഏറ്റവും കഷ്ടമാണെങ്കിൽ നമുക്കൊരു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്ത ഭഗവാനിലേക്ക് പോലും നമുക്കൊരു മാത്രമായിട്ട് വിചാരിക്കാൻ പറ്റില്ല. 2 വേണം. പക്ഷേ എല്ലാം മിതമായിരിക്കണം. ഭൗതികമായ നേട്ടങ്ങളെപ്പറ്റി ഒരു മിതമായ രീതിയിലുണ്ടെങ്കിലേ ആത്മീയ ഉന്നതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സിദ്ധിദേവിയും റിദ്ധിദേവിയും അതാണ് വരുന്നത്. അവരുടെ മക്കളാണ് ശുഭവും ലാഭവും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, എല്ലാം ശുഭമാവണം, എപ്പോഴും നല്ല ലാഭം എല്ലാത്തിലും വേണം അല്ലേ? സാധാരണ ആത്മീയമായിട്ടാണെങ്കിൽ ശുഭമാവും, ഭൗതികമായിട്ടാണെങ്കിൽ നമുക്ക് ലാഭം നേടണം, അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗണപതി സ്വാമിക്ക് 32 ഭാവങ്ങളിലാണ് ഭഗവാനെ ആരാധിക്കുന്നത്. ബാലഗണപതിയുണ്ട്, തരുണ ഗണപതിയുണ്ട്, നർത്തന ഗണപതിയുണ്ട്, ഉച്ഛിഷ്ട ഗണപതിയുണ്ട്, അങ്ങനെ ഒരുപാട് രീതിയിൽ സിദ്ധി ഗണപതിയുണ്ട്. 32 ഭാവങ്ങളിൽ നമ്മൾ അതിനൊക്കെ ഓരോന്നിനും ഓരോ ഫലവുമാണ് ഭഗവാനെ ആരാധിക്കുന്നതിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമുക്കറിയാം, എല്ലാ മനുഷ്യൻ്റെയും ആത്മീയതയിൽ പറയുകയാണെങ്കിൽ മൂലാധാരം, നമ്മൾ 6 ഷഡാധാര ചക്രങ്ങൾ പറയാറുണ്ടല്ലേ? അപ്പോൾ അതിൽ മൂലാധാരമാണ് ഭഗവാന്റെ ഇരിപ്പിടം എന്നാണ് പറയുന്നത്, ഗണപതി സ്വാമിയുടെ. അപ്പോൾ അവിടെ ആ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരം വരെ ഉയർത്തി ഒരു മനുഷ്യനെ ആ ജപത്തിലും ധ്യാനത്തിലും കൂടി ഉണർത്തി കൊണ്ടുവന്ന് പരബ്രഹ്മത്തിൽ, ആ പ്രപഞ്ചനാഥനിൽ ലയിപ്പിക്കാൻ വേണ്ടി ഒരു പരിശ്രമമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം 4 മുതൽ 64 വരെ കൈകൾ കാണുന്നുണ്ട് പലയിടത്തും, പല കാര്യങ്ങളിലും, പല വിഗ്രഹങ്ങളിലും. 4 കൈകൾ എന്ന് മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്നിൽ മഴുവാണ്, അതായത് ഈ ഭൗതികമായ ആഗ്രഹങ്ങളുടെ പുറകെ പായുന്ന മനുഷ്യനെ ആ ഭൗതിക ആഗ്രഹങ്ങൾ മഴുവിനാൽ വെട്ടി തടയപ്പെട്ട് നേരെയാക്കാൻ, അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് ചാട്ടയാണ്. ചാട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രഹരം ഏൽപ്പിച്ച് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ആത്മീയതയിലേക്ക് നല്ലതായിട്ട് വിവേകവും ബുദ്ധിയും കൊണ്ട് ജീവിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ തട്ടി 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 മാറ്റാൻ
നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ചാട്ട വരുന്നത്. പിന്നെ ഒന്ന് താമരയാണ്. താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ ഉന്നതിയുടെ ഒരു സിമ്പലായിട്ടാണ് താമര വരുന്നത്. പിന്നെ ഒന്ന് വരദാനമാണ്, വരദഹസ്തമാണ്. അത് നമ്മൾക്ക് ഭക്തരെ എല്ലാ സമയത്തും വരം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ 4 കൈകളോടുകൂടി 64 കൈകളും കാണുന്നുണ്ട് ചില സ്ഥലത്ത്. പിന്നെ എന്താണ് പ്രത്യേകത? ആനയുടെ തലയാണ് അല്ലേ, വലിയ ആനത്തലയാണ്. അതെന്താണ്? നമ്മൾക്ക് ബുദ്ധിയും വിവേകവും കാണിക്കുന്നതാണ്. പിന്നെന്താണ്? വലിയ ചെവി, പക്ഷെ വായു വളരെ ചെറുതാണ് അല്ലേ. വലിയ ചെവിയാകുമ്പം ഒരുപാട് കേൾക്കുന്നുണ്ട്. അതായത് ഒരു സൈലൻറ്റ് ലിസണറാണ്. ഒരു നല്ല കൗൺസിലർ അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളടുത്ത് വരുന്ന ഭക്തർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം ഒരു സൈലൻറ്റ് ലിസണറായിട്ട് ഇതെല്ലാം കേൾക്കുന്നു. പക്ഷെ പറയുന്നതോ മിതഭാഷയാണ്, കുഞ്ഞുവായാണ്, കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. അവർക്ക് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിയും വിവേകവും പറഞ്ഞു കൊടുക്കുന്നതിനാണ്. അതാണ്. പിന്നെ ഒറ്റക്കൊമ്പാണ്. അത് അദ്വൈതമാണ് സൂചിപ്പിക്കുന്നത്. അദ്വൈതം. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? ഓരോ കാര്യങ്ങൾക്കും പറയാൻ വേണ്ടിയിട്ട് ആ ഒരു ജിജ്ഞാസ അറിയണം. എന്താണ് ഈ പ്രപഞ്ചം? വലിയൊരു ശരീരമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നില്ല. അപ്പോൾ ആനയുടെ ശരീരം തന്നെ വലുതാണ് അല്ലേ. ആനയുടെ ആ കുഞ്ഞി കണ്ണുകൊണ്ട് അതെല്ലാം കാണുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയുന്നുണ്ട്. പക്ഷേ അത് ഞാൻ കാണുന്നു എന്നൊരു അഹങ്കാരമോ ഭാവമോ നാട്യമോ ഇല്ല എന്ന് തന്നെയാണ് ഈ ആനയുടെ ശിരസ് വാരണമുഖനായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ്. പിന്നെ ഞാൻ തസ്മൈ ഗുരുജിയുടെ SMS മെഡിറ്റേഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ തസ്മൈ ഗുരുജിക്ക് കോടി പ്രണാമം. തസ്മൈ ഗുരുജിക്കും ഗുരുമയ്ക്കും പ്രണാമം. തസ്മൈ ഗുരുജി പറയാറുണ്ട്, ഓരോ മനുഷ്യൻ തന്നെയാണ് ഗണപതി. നമ്മുടെ മുന്നോട്ടിരിക്കുന്നത്, നമ്മുടെ മുഖത്തിലിരിക്കുന്നത് നമ്മളും ഒരു ഗണനാഥനാണ്. നമുക്കധികം നമ്മളറിയുന്നുണ്ട് പ്രപഞ്ചം തന്നെയാണ് ഓരോ ജീവജാലങ്ങളിലും ഇരിക്കുന്ന പ്രപഞ്ച ശക്തിയുടെ ചൈതന്യം തന്നെയാണ്. അതേപോലെ എൻ്റെ ഗുരുജി പറയുന്നത് പിന്നോട്ടും ഒരു ഗണപതി തിരിഞ്ഞിരിക്കുന്നുണ്ട്. ബാക്കിൽ മുഖമായിട്ട് അതിൻ്റെ നട്ടെല്ലാണ് തുമ്പിക്കൈയായിട്ട് വരുന്നത്. ഒരു വളവ് കാണുന്നത് അതുകൊണ്ടാണ്. നമുക്കറിയാലോ ഒരറ്റത്തൊരു കുഞ്ഞു വളവുണ്ട് അല്ലേ. അത് വരുന്നത് നട്ടെല്ലിനും ഗണപതിയുടെ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഗണപതിയുടെ എന്താ? ഓരോ കോശങ്ങളിലും ഗണനായകൻ എന്ന് അദ്ദേഹത്തിന് പറയാൻ കാരണം ഓരോ ശരീരകോശങ്ങളിലും ഗണം, ഗുണം, ഗതി, ദോഷം, ജ്ഞാനം ഇത്രയും ഘടകങ്ങൾ ചേർന്നതാണെന്നാണ് എൻ്റെ ഗുരുജി എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു മനുഷ്യൻ ഏത് ഗണവുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ജീവി, മനുഷ്യഗണമുണ്ട്, ഭൂതഗണമുണ്ട്, ദേവഗണമുണ്ട്, അല്ലെങ്കിൽ ഓരോ ഗണങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. ഓരോ കുഞ്ഞു കുഞ്ഞു കണികകൾ. ആ ഗണങ്ങൾ ഏതായാലും അതൊരു പ്രശ്നമല്ല. ഗുണം, അതിൻ്റെ ഗുണം നമ്മൾ 3 തരം ഗുണങ്ങളാണ് പറയുന്നത് അല്ലേ. സാത്വികം, രാജസം, താമസം. ഏത് ഗുണവുമായാലും അവനെ ഗതിയാണ് അടുത്തത് കൊടുക്കുന്നത്. അവനെയൊക്കെ നേർവഴിക്ക് നയിക്കുന്നതാണ്. ഏത് ഗണമായാലും ഏത് ഗുണമായാലും അതിൻ്റെ ഗതി ദോഷം, അതിൻ്റെ ദോഷമാണ് അടുത്തത്. ആ ദോഷം മാറ്റി നമ്മളിപ്പോൾ പറയും കോംപ്ലിക്കേറ്റഡ് മെമ്മറി എന്നാണ് ഗുരുജി ഞങ്ങളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ജനിക്കുന്നത് തന്നെ, ജനിക്കുമ്പോൾ എല്ലാവരും ശുദ്ധരാണ്. പക്ഷെ നമ്മുടെ കർമ്മവാസന, മുൻജന്മ കർമ്മഫല നമ്മളിപ്പോൾ അനുഭവിക്കാൻ കൂടിയാണ് ജനിക്കുന്നത്. പിന്നെ അതൊരു വാസനയും കൂടിയുണ്ട് നമുക്ക്. ഇത് വന്നിട്ടാണ് നമ്മൾ ഓരോന്നും നമ്മൾ ഒരു ദിവസം തന്നെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ആയിട്ട് നമ്മൾ മാറുന്നുണ്ടെന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഗുണം, ഗണം, ഗതി, ദോഷം കഴിഞ്ഞ് അവരെ എല്ലാം പൂർണ്ണമായും ശുദ്ധീകരിച്ച് ഗുരുജി ഞങ്ങളെ പഠിപ്പിക്കുന്നത് സൂര്യഭഗവാന്റെ മുമ്പിലിരുന്ന് നമ്മുടെ കോംപ്ലിക്കേറ്റ് മെമ്മറികൾ പൂർണ്ണമായും നശിപ്പിച്ച് നമ്മളെ ശുദ്ധരാക്കുന്നു എന്നുള്ള പ്രക്രിയ തന്നെയാണ്. കാരണം കോംപ്ലിക്കേറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാമല്ലോ. കുഞ്ഞിനെ മുതൽ ഒരു കുഞ്ഞ് വീണ് കഴിഞ്ഞ് മുട്ടുകുത്തി അടങ്ങുന്നു, നല്ല കാല് നടന്ന് തുടങ്ങുന്നു, അത് എവിടെയെങ്കിലും ഒരു ബെഞ്ചെ തട്ടി വീണു, അല്ലെങ്കിൽ ഒരു സോഫയെ തട്ടി വീണാൽ നമ്മൾ ഉടനെ പോയി ആ സോഫയ്ക്ക് 2 അടി കൊടുക്കും. എൻ്റെ കുഞ്ഞിനെ വീഴിച്ചു അല്ലേ എന്ന്. പക്ഷേ ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേറ്റ് മെമ്മറി, എൻ്റെ കുറ്റം കൊണ്ടല്ല ഞാൻ വീണത്, ആ സോഫയാണ് എനിക്ക് വീഴാൻ കാരണമായത് എന്ന് പറയുമ്പോൾ സ്വയം തിരിച്ചറിവ് ആ കുട്ടിക്ക് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
വേറൊരാളാണ് എൻ്റെ വീഴ്ചയ്ക്ക് കാരണം എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ലൈഫ് ലോങ് അതിൻ്റെ ഒരു സ്വഭാവവും അതിൻ്റെ കാഴ്ചപ്പാടായിട്ട് മാറുന്നു. ഇതാണ് കോംപ്ലിക്കേറ്റ് മെമ്മറിയുടെ ഒരു കുഞ്ഞൊരു ഉദാഹരണം. അതേപോലെ ഈ കോംപ്ലിക്കേറ്റ് മെമ്മറി ആവുന്ന ദോഷം ഗണം ഗുണം ഗതി ദോഷം മാറ്റി അവർക്ക് ജ്ഞാനം പ്രദാനം ചെയ്യുന്നതാണ് സാക്ഷാൽ ഗണേശ്വരൻ, ഗണനായകൻ, ഗണനാഥൻ. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോശങ്ങളിലും നമ്മൾക്കുണ്ടാവുന്ന ഈ മാറ്റങ്ങൾ മാറ്റി നമ്മളെ സഹസ്രാരം മുതൽ നമുക്ക് തുറന്നു തരാനാണ്, സഹസ്രാരം തുറന്നു തരാൻ. അപ്പോൾ മൂലാധാരത്തിലാണ് ഭഗവാന്റെ ഇരിപ്പിടം ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം വാഹനം എന്താണ്? എലിയാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എലി എന്ന് പറഞ്ഞാൽ തുറന്നു പോകുന്നതാണ് അല്ലേ. അപ്പോൾ മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം ഇതുവരെയും എലി ഇങ്ങനെ തുറന്നു പോകുമ്പോലെ ഭഗവാൻ ഈ ഓരോ കോശങ്ങളിൽ കൂടിയും നമ്മളെ മുന്നോട്ട് നയിച്ച് സഹസ്രാരത്തിലെത്തി നമ്മളെ ജ്ഞാനപ്രാപ്തി നേടാൻ, മോക്ഷപ്രാപ്തി നേടാൻ, ഭഗവാനിൽ പരബ്രഹ്മത്തിൽ ഈ എന്താ പറയുക, ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല, എൻ്റെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ സർവ്വം സമർപ്പണമാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം ഒരു അറിവാണ് നമ്മൾക്ക് കിട്ടുന്നത് അതുവഴി. ഒരു മാമ്പഴം തന്നെ എടുത്തോളൂ. മാമ്പഴം നമ്മൾ മധുരിച്ച് നോക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നോക്കിയാൽ മാത്രമേ അതിൻ്റെ മാധുര്യം, പക്ഷെ വേറെ അവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് മഞ്ഞ നിറമുള്ളതാണ്, മധുരമുള്ളതാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊരു മാങ്ങേണ്ടി ഉണ്ടാവും, ഇങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ നല്ല മാംസളമാണ്, കഴിക്കുമ്പോൾ ഇത്ര രുചിയാണ് എന്ന് നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ നമ്മൾക്കത് മനസ്സിലാവുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഗണം ഗുണം ഗതി ദോഷം ജ്ഞാനം എന്ന് പറയുന്ന ആ അറിവ് എന്താണെന്നുള്ളത് നമ്മൾ തിയറിറ്റിക്കലല്ല, ഇൻഫോർമേറ്റീവ് അല്ല, നമ്മൾ അനുഭവത്തിൽ കൂടി നമ്മൾ അനുഭവിക്കുകയാണ്, നമ്മൾ അറിയുകയാണ്. അതുതന്നെയാണ് മഹാഗണപതി നമ്മളെ പ്രാപ്തരാക്കുന്നത്. നമ്മളെ ഓരോ ശരീരകോശങ്ങളിൽ കൂടെയും നമുക്ക് അറിവ് തന്ന് നമ്മളെ ആ പ്രപഞ്ചനാഥനുമായിട്ട് പൂർണ്ണമായി ലയിക്കാൻ, നിഷ്കാമമായി സർവവും അദ്ദേഹത്തിന് സമർപ്പിച്ച് ഭഗവാനെ നീയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും മഹാഗണപതി നമ്മളെ അനുവദിക്കും എന്നുള്ളത് ഇത്തരത്തിൽ ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും അതിന് സാധ്യമാകട്ടെ. ഭഗവാന്റെ കാരുണ്യം. ഈ വിനായക ചതുർത്ഥി ദിവസം ഓം ഗം ഗണപതിയെ നമയാണ് മൂലമന്ത്രം. അത് ചൊല്ലാൻ എത്ര പ്രാവശ്യം ജപിച്ചാലും അതിന് ഇരട്ടി ഫലമാണ് ഈ വിനായക ചതുർത്ഥി ദിവസം ജപിക്കുന്നതിന്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഗണപതി ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.